ഹലോ വ്യൂവേഴ്സ്, നമുക്ക് ഇന്നാണ് കേട്ടോ ഷൂട്ട് പറഞ്ഞിട്ടുള്ളത്. ഞാനുള്ളത് സിസ്റ്റർ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു 4-4:15 നമുക്ക് ഫ്രഷ് ആയിട്ട് കാണാം. നമുക്ക് ഒരുക്കങ്ങളും കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഉള്ളത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഐസ് ക്യൂബ് കൊണ്ട് ഫേസ് ഒന്ന് മസാജ് ചെയ്തെടുത്തു കേട്ടോ. കാരണം എനിക്ക് ഈ ഉറക്കക്കുറവ് കൊണ്ട് ഫേസിൽ നല്ല ഡാർക്ക് അടിക്കാറുണ്ട്, വെയിൽ കൊണ്ടതൊക്കെ കൊണ്ട്. അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ആ ഒരു ഐസ് ക്യൂബ് കൊണ്ട് മസാജ് കൊടുത്തു. അതിനുശേഷം ലെൻസ് എനിക്ക് മോള് വെച്ച് തന്നു കേട്ടോ. കാരണം തന്നെ വെക്കുമ്പോൾ അത് ഒരുപാട് ടൈം എനിക്ക് എടുക്കും. വേറൊരാൾക്ക് എനിക്ക് വെച്ച് കൊടുക്കുമ്പോൾ എനിക്ക് സെക്കൻഡുകൾ മതിയെങ്കിൽ എനിക്ക് വേണ്ടി ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം എടുക്കും. അപ്പോൾ എനിക്ക് മോള് വെച്ച് തന്നു. അതിനുശേഷം ഇതാ ഒരു ക്യുക്ക് മേക്കപ്പാണ് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ കോസ്റ്റ്യൂമായിട്ട് വരുന്നത്. ഞാനൊരു റെഡ് തീമും ഏട്ടനൊരു ഫുൾ ബ്ലാക്ക് തീമുമാണ് കേട്ടോ. എന്താണെന്നറിയില്ല ഗൈസ്, എൻ്റെ കണ്ണിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇതാ ഓൾമോസ്റ്റ് നമ്മൾ മേക്കപ്പ് കഴിഞ്ഞിട്ട് ഒരു ക്യുക്ക് മേക്കപ്പാണ്. വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. ജസ്റ്റ് ഹൈലൈറ്റർ ഇട്ടു, ബ്ലഷ് ഇട്ടു, കണ്ണെഴുതി, ജസ്റ്റ് കണ്ണിൻ്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് ഒരു ഷെയ്ഡ് കൊടുത്തു, അത്രമാത്രം. പിന്നെ ലിപ്സ്റ്റിക് ഇട്ടു, മസ്കാര, ദാറ്റ്സ് ഓൾ. ഞാൻ എപ്പോഴും ആ ഒരു ടൈപ്പുള്ള മേക്കപ്പാണ് കേട്ടോ ചെയ്യുക. കാരണം എനിക്ക് ഫൗണ്ടേഷന് കാര്യങ്ങളൊന്നും ഫേസിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് സ്യൂട്ടാവില്ല. എനിക്ക് ഉള്ളതിൽ കുറച്ച് ബ്ലഷും കാര്യങ്ങളും പിന്നെ സ്റ്റോപ്പ് ക്രീമും അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ തന്നെ ഞാൻ ഓക്കെയാണ്, ഹാപ്പിയാണ്. അതിൻ്റെ കൂടെ ഇതാ ഈ ഒരു കമ്മലാണ് നമ്മൾ വേറെ ആയിട്ടുള്ളത്. പിന്നെ ഒരു വള, അത് നമ്മൾ ഇന്നലെ ഓറിക്സിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ചിറ്റ ഞങ്ങൾ എണീറ്റപ്പോൾ തന്നെ കൂടെ എണീറ്റിട്ട് ചായയൊക്കെ ആക്കി തന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ്, ഞങ്ങൾ ഒരുങ്ങുന്നത് നോക്കിയിരിക്കുകയാണ്. പിന്നെ ഇതാ ആ ഒരു വള വേറെ ഒരു ഹെയർ നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല കേട്ടോ. ജസ്റ്റ് അയച്ചിടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഇന്നലെ പോയിട്ട് അത് കളറൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതാ അച്ചേട്ടൻ വരുന്ന കുറച്ച് ലേറ്റാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് മുന്നോട്ടേക്ക് ചിറ്റപ്പനാക്കി തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഏട്ടനെ കണ്ടു. ഏട്ടൻ സ്പീഡിൽ വന്നു കേട്ടോ. കാരണം നമ്മൾ അവിടെ ലേറ്റ് ആവാൻ പാടില്ല. കറക്റ്റ് ഒരു 6:30 റേഞ്ചിൽ ആ സമയത്ത് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇതാര് ഗൈസ്, ചെറുത് അങ്ങോട്ട് വെക്കോ ബാഗ്. ചിറ്റപ്പായിക്കോട്ടെ. അച്ചു ഹലോ ഇതാരാ ഗൈസ്, ലോക്ക്. ഇതിപ്പോ ഭയങ്കര പ്രശ്നമാണ്, ഒന്ന് ചെരിച്ചു വിടുക്കണം. ഹേ ഗൈസ്, ഓണായോ? 1, 4, 5, 8, 7. നമ്മളിതാ ഒരു 5:15 ആയിട്ടുണ്ടാവും. നേരെ വടകര സാമ്രാജ്യം കാണട്ടോ. 1, 4, 5, 8. അവരവിടെ എത്താൻ പറഞ്ഞത് 6:30 പക്ഷെ നമ്മളൊരു 6:15 എത്തി. കാരണം എനിക്കറിയാം ഇതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അവരെ ലാഗടിപ്പിക്കരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെത്തുന്നതിന് കുറച്ച് നേരത്തെ മുന്നേ നമ്മൾ എത്തിയിട്ട് അവർ കറക്റ്റ് 6:30 ആയപ്പോൾ 6:30 എന്ന് പറഞ്ഞു 6:30 ആയപ്പോൾ അവരെത്തിയിട്ടോ. അങ്ങനെ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ക്യാമറമാനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതെ ഇപ്പൊ നമ്മളിതാ ഇവിടെ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്. ഇപ്പം പറഞ്ഞ ടൈം 7 മണിയായിരുന്നു. നമ്മളിപ്പോൾ 6:30 ആയിട്ടേ ഉള്ളൂ. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയപ്പോൾ ക്യാമറമാനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സുന്ദരിനെ കണ്ടില്ലേ, സുട്ടു സുന്ദരി. ഒരാളിവിടെ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ക്യാമറ ഇഷ്ടം എവിടെ ആണെങ്കിലും അപ്പൊ സ്കൂട്ടാവും. പിന്നെ ഓളെ പൊസ് ഇങ്ങനെ മുഖം കാണിക്കത് പൊസ.
എന്ത് ചെയ്യണം ഒക്കെ ഈ എടുത്തു വെക്കണം. എല്ലാം ഒപ്പടും ഗൈസ്, എല്ലാ ഷൂട്ടിന്റെ എല്ലാ സാധനവും. ഞങ്ങളെ ക്യാമറമാൻ എന്ന് പറയുന്നത് ഇതാ ഇയാളാണ് കേട്ടോ. എന്റെ ഓൾമോസ്റ്റ് എന്റെ എല്ലാം അവളാണ് എടുക്കാറുള്ളത്. ഇന്ന് നമ്മുടെ ഷോർട്സും കാര്യങ്ങളും ഒപ്പാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ്. നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ ക്യാമറമാൻ മുന്നിലുണ്ട് കേട്ടോ. അത് ലെഫ്റ്റ് സൈഡ് പിന്നെ കൈ കൊണ്ട് അടിക്കാൻ പറ്റിയ പാസ്വേഡ് അടി ബൈക്കൊന്ന് പോകുമ്പോഴേ. ചേർത്ത് പിടിച്ചെങ്കിലേ ഓക്കെ. നമ്മൾ ഈ ഷൂട്ട് ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് വടകര സാൻഡ് ബാഗിനടുത്ത് മിനി ഗോവയിലാണ് കേട്ടോ. കാരണം നമ്മൾ ആദ്യം പ്ലാന് ചെയ്തിട്ടുണ്ടായിരുന്നത് റിസോർട്ട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു. വയനാട് റിസോർട്ട് കാര്യങ്ങൾ, പിന്നെ ഇരിട്ടി, അങ്ങനത്തെ ഒരുപാട് സ്പോട്ടുകളായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഒരു ബീച്ച് ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരണമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഈ ഒരു ലൊക്കേഷൻ നമ്മൾ ലാസ്റ്റ് തീരുമാനിച്ചു കേട്ടോ, നമ്മൾ 2 ടീമും കൂടെ. പക്ഷെ ലൊക്കേഷൻ ഒരു രക്ഷയില്ലായിരുന്നു. നമുക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. എവിടെ നോക്കിയാലും എന്താ പറയുക ഫ്രെയിം അങ്ങനെയായിരുന്നു. അവർ സെലക്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്. ചെറിയ നല്ല രീതിയിൽ കൊതുകുണ്ട് കേട്ടോ അവിടെ. അതാണ് ഞാൻ ഇങ്ങനെ താത്തയെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാം പാറ്റും കാര്യങ്ങളും ഇട്ടതുകൊണ്ട് അവർ ഓൾമോസ്റ്റ് സേഫാണ്. ഞാനാണ് ഇവിടെ പെട്ടത് ഗൈസ്. ഇവരെ സർവീസ് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഗൈസ്. അതുകൊണ്ടാണ് അത്രയ്ക്കും നല്ല സർവീസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും നല്ല സർവീസാണ്. ഞാൻ ഈ ഷൂട്ട് കാര്യങ്ങൾക്കൊക്കെ പോകുന്നതുകൊണ്ട് ഒരുപാട് ക്യാമറമാൻ അങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഒരുപാട് കൊളാബ് കാര്യങ്ങൾ ഷൂട്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരൊരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ 6:30 ആയപ്പോഴത്തേക്കും ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും നേരത്തെ എത്തിയത് കൊണ്ട് 10:15 വരെ കണ്ടിന്യൂസ് ഷൂട്ടായിരുന്നു. അതിൽ 1 മിനിറ്റെങ്കിലും ലാഗ് അടുപ്പിക്കുക ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് പോലും നമുക്ക് ലാഗ് കാര്യങ്ങളൊന്നും പോയിട്ടില്ല കേട്ടോ. നല്ല നല്ല എന്താ പറയുക ഷൂട്ട് കാര്യങ്ങൾ അങ്ങനെയായിരുന്നു. 1 മിനിറ്റ് നമുക്ക് ബോറടിച്ചിട്ടില്ല. നമ്മൾ ചായ കുടിക്കാതെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അത്രയും നേരത്തെ പോയത് കൊണ്ട് എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ. പക്ഷെ ആർക്കും വിശപ്പ് പോലും തോന്നിയിട്ടില്ല എന്നുള്ളത്. വിശപ്പ് ചെറിയ തോതിൽ എവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അവർ നമ്മളടുത്ത് ഇടപഴകുന്ന ആ ഒരു രീതി കാര്യങ്ങൾ നമുക്കത് മറന്നേ പോകും. അത്രയും നല്ല സർവീസ് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല സർവീസാണ്. ഏട്ടൻ്റെ പേജ് എന്ന് പറയുന്നത് വൈഡ് ആംഗിൾ ഫോട്ടോഗ്രാഫി കേട്ടോ. നിങ്ങൾക്ക് എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും എന്താ പറയുക ഇവരെ വിളിക്കുക. അത്രയും സെറ്റാണ്, ഫോട്ടോസും സെറ്റാണ്. ആ ഒരു എന്താ പറയുക നമ്മളോടുള്ള ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അതാണ് മെയിൻ. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ അത്രയും നല്ല ഒരു ടീം വർക്കാണ് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അത് നമ്മളെ ഫോട്ടോസും വീഡിയോസൊക്കെ പുറത്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. പക്ഷെ നമ്മളെ മൊത്തം ഹാപ്പി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മനസ്സിലാവും അവരുടെ സർവീസ് എങ്ങനെയുള്ളതാണ് കേട്ടോ. അവർ രണ്ടാളും ഏട്ടൻ്റെ കൂടെ ഉള്ള ആളും ഒരു രക്ഷയില്ല. ഇവരെ ബസ് ക്വാളിറ്റി എന്താണെന്നറിയോ? നമുക്ക് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കാണിച്ചു തരും. ആ സ്പോട്ടിൽ തന്നെ ഒരു പാട്ടിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ പാട്ടിൽ എന്തൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം അവരെ എടുത്ത ഫോട്ടോസ് നമുക്ക് കാണിച്ചു തരും. അത് കണ്ടാൽ തന്നെ നമ്മൾ കംഫർട്ടാണ്. എടുത്ത് പോകുന്നതിന് പകരം എടുത്തിട്ട് നമുക്കതിൽ എന്തെങ്കിലും ഫാൾട്ടോ കാര്യങ്ങളോ തോന്നിയിട്ട് അവരത് മാനേജ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അങ്ങനെയാണ്. അതുകൊണ്ട് എന്താ പറയാണ്ടിരിക്കാൻ സെറ്റാണ്. നിങ്ങൾക്ക് എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും മസ്റ്റ് കോൾ ചെയ്യുക. അത്ര തന്നെ. ഓക്കെ അങ്ങനെ തന്നെ വന്ന് ഓക്കെ ദിനത്തൊന്ന് ചേർത്തേക്ക് പിടിച്ചാൽ മതിയാ. പറയാം കുഞ്ഞിനെ ഒന്നുകൂടെ അങ്ങോട്ട് പോട്ടെ, കുറച്ചുകൂടെ അങ്ങോട്ട് പോട്ടെ. ആ അത് തിരിച്ച്
GoPro ജസ്റ്റ് ലുക്ക് ഒന്ന് അങ്ങോട്ടേക്ക് കൊടുത്ത് ആ ലൈറ്റിനെ അവിടെ നോക്കണ്ട, ആ ലൈറ്റ് നോക്കി. ഓക്കെ 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 ഓക്കെ, നല്ല രീതി നല്ല രീതി. കുറച്ച് നേരം ഇരിക്കും, കുറച്ച് നേരം നേരെ 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 ഓക്കെ ഓക്കെ അതെ 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 ഓഫായിട്ട് ഞാൻ നടക്കുന്നതിന് ഇങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ മൂപ്പര് അടിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ സാമ്പിൾ ഫോട്ടോസ് എന്ന് പറയുന്നത്. ഒരുപാട് ഫോട്ടോസ് എടുത്തു, എല്ലാം ഒന്നിനൊന്നിന് മെച്ചമായിട്ടാണ് അവർ എടുത്തത് കേട്ടോ. ഇനി ഇതിലേത് സെലക്ട് ചെയ്യുന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഞങ്ങൾക്കുള്ളൂ കേട്ടോ. ഇടാൻ പറഞ്ഞിട്ടാന്നൊന്നും പറയണ്ട ചേട്ടാ. ചേട്ടാ ഞാനാണ് ക്യാമറമാൻ. ഗായ്സ്, അങ്ങനെ നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ചു പോവുകയാണ്. കണ്ണ് സമയം ഒരു 10-10:30 ഗൈസ്. നമ്മളെല്ലാവരും രാവിലെ ഒരു ഭക്ഷണവും കഴിക്കാണ്ട് പോന്നിട്ടുള്ളതാണ്. അപ്പം നമ്മളിതാ പോകുന്ന വഴിക്ക് ആ ഒരു ഹോട്ടൽ കണ്ടു. അവിടെ നമ്മൾ നിർത്തിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കണം. ആ ഫുഡ് നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല നല്ല അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ നമ്മളത് കഴിഞ്ഞ് ഫുഡ് കഴിക്കണം. ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവരാ വഴി അവരേക്ക് ഓഫീസിലേക്ക് അങ്ങോട്ടേക്കും പോയി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്കും പോകുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ തിരിച്ചു പോവാണ് ഗായ്സ്. കുറേ നേരത്തെ പ്രശ്നത്തിനുള്ളിലുള്ള ആദ്യ വെയിലായി കരിഞ്ഞുണങ്ങി. ചേട്ടാ ഹായ്. അങ്ങനെ നമ്മളെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു, ചായ കുടിച്ചു. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോവാണ് വീട്ടിലേക്ക്. നിശാന്തിന് വീട്ടിലായി കൊടുക്കണം. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. നമ്മളൊരു രാവിലെ 5 മണിയായിട്ട് സമയം പറയുന്നത്. അപ്പൊ തിരിച്ചൊരു 11 മണി സമയമായിട്ട് കേട്ടോ. 10 മണിയാകുമ്പോഴത്തേക്ക് ഷൂട്ട് കഴിഞ്ഞു. കറക്റ്റ് 10 മണി എന്ന് പറഞ്ഞു. 10 മണിക്ക് അവര് തീർത്തു. പോണ്ട ഗായ്സ്, നമ്മളിതാ അച്ചുവിന്റെ വീട്ടിൽ. അപ്പം ഇത്രയുണ്ട് നമ്മളെ വീഡിയോ വരുന്നത്. പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.